നമസ്കാരം. കെ ശൈലജ ടീച്ചർക്കെതിരെ വടകരയിൽ അംഗം കുറിച്ച് MV ഗോവിന്ദൻ. അശ്ലീല വീഡിയോ ആരോപണത്തിൽ നിന്നും തലയൂരാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനിടെയാണ് ശൈലജയ്ക്കെതിരെ പാളയത്തിൽ പടയൊരുങ്ങുന്നത്. തന്റെ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിട്ടില്ല എന്ന ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടുന്ന മട്ടൊന്നുമില്ല. അശ്ലീല വീഡിയോ താൻ കണ്ടു എന്നാണ് സെക്രട്ടറിയുടെ വാദം. എന്നാൽ താൻ കാണാത്ത ഏത് വീഡിയോയാണ് ഗോവിന്ദൻ കണ്ടത് എന്ന് ടീച്ചർ ചോദിക്കുന്നു. എന്തായാലും ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ ആ വീഡിയോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറേണ്ടി വരും. കെ ശൈലജയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിണറായി വിജയനെ അടക്കം വെച്ച് ചിത്രങ്ങൾ മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണുള്ളത് എന്നും അദ്ദേഹം ചോദിച്ചു. അതായത് പിണറായി വിജയനെ കൂടി നൈസായി ഗോവിന്ദൻ ഈ പ്രതിസന്ധിക്കുള്ളിലേക്ക് തള്ളിവിട്ടു. അതേസമയം തനിക്കെതിരായി വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു കെ ശൈലജയുടെ വിശദീകരണം. ശൈലജ ടീച്ചർക്കെതിരായി മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും VD സതീശനും ഉൾപ്പെടെയെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഗോവിന്ദൻ പറഞ്ഞു. അശ്ലീല വീഡിയോ ഇല്ല എന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത്, ഞങ്ങൾ എല്ലാവരും പറയണ്ടേ? ടീച്ചർ പറയേണ്ടതില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ. സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത് എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അവിടെ നടന്ന സൈബർ ആക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഗുണഭോക്താവ് ആരാണ്? തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് VD സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഷാഫി പറമ്പിൽ ശൈലജയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഗോദയിൽ MV ഗോവിന്ദൻ ഒറ്റയ്ക്കാകും. കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയിലെ തെളിവ്. അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറയുന്ന വീഡിയോ ഉണ്ട് എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും. എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിൽ എത്തിയത് എന്നടക്കം പറയേണ്ട ബാധ്യത ഇപ്പോൾ ഗോവിന്ദനുണ്ട്. ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത MV ഗോവിന്ദനുണ്ട്. ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് MV ഗോവിന്ദന്റെ ആവശ്യമാണ്. ഭാവി മുഖ്യമന്ത്രിയാക്കാൻ തയ്യാറെടുക്കുന്ന MV ഗോവിന്ദന് ഏക റിബൽ കെ ശൈലജയാണ്. കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ ലയിച്ചതോടെ ഗോവിന്ദന് എതിരാളികളാരും ഇല്ലാതായി. ഏക തടസ്സം ടീച്ചറമ്മയുടെ ഇമേജാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത്. വടകര CPMന്റെ തൂക്കുകയറാണ്. പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുക. P ജയരാജനും AN ഷംസീറുമൊക്കെ ഇത്തരത്തിൽ വടകരയിലെത്തി മര്യാദ പഠിച്ചവരാണ്. RMP ഉള്ളിടത്തോളം കാലം വടകരയിൽ CPM ജയിക്കില്ല. TP ചന്ദ്രശേഖരൻ മരണപ്പെട്ടുവെങ്കിലും ഇന്നും വടകരക്കാർക്ക് അതൊരു അണയാത്ത ജ്വാലയാണ്. KK രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക. അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യവുമായി KK ശൈലജയെ വടകരയിൽ ഇറക്കിയത് CPM വിജയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ജയത്തിന് വേണ്ടി കുറുക്കു വഴികൾ തേടുകയാണ് CPM. കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജയെ സമൂഹ മധ്യത്തിൽ താറടിച്ച് അവരുടെ ഇമേജ് തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല. പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്. ഇത് പാറിപ്പറക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല. കോടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങിയത്. അപ്രതീക്ഷിതമായി കോടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി. പിണറായി ആകട്ടെ ഒന്നിനു പിറകെ മറ്റൊന്നായി പ്രതിസന്ധിയിലുമായി. നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യവകുപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്നത്. കോവിഡ് വന്നു കയറിയതോടെ നേതാക്കൾക്കെല്ലാം തന്നെ ചാകരയായി. ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. അങ്ങനെ ഇമേജും ക്രെഡിറ്റും ഒക്കെ തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് മുഖ്യമന്ത്രി ശൈലജയെ മാറ്റിക്കൊണ്ട്
പത്രസമ്മേളനങ്ങളിൽ മുന്നിട്ടിറങ്ങിയത്. പിന്നീട് കെ ശൈലജയെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമവും നടന്നു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ടീച്ചറമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവി മുഖ്യമന്ത്രി എന്ന് വരെ വിശേഷിപ്പിക്കപ്പെട്ടതോടെ ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടമുടക്കി. ഒടുക്കം ടീച്ചറമ്മ ആരോരുമല്ലാതെ നിയമസഭയുടെ മൂലയിലിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ പോലും മുഖ്യമന്ത്രി തട്ടിത്തെറിപ്പിച്ചു. ഇതാ ഇപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും അവരുടെ പ്രായം പോലും CPM നേതാക്കൾ കണക്കിലെടുത്തില്ല എന്നത് വ്യക്തമാക്കുന്നു. ശൈലജയെ വിളിക്കൂ, കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറുടെ ആരാധകരുടെ മുറവിളി. ശൈലജയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ്പ കാലത്ത് കോഴിക്കോടുകാർ കണ്ടത് എന്നായിരുന്നു വ്യാഖ്യാനം. കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിപ്പയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. നിപ്പയ്ക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്നും നിഷ്കരണം ഒഴിവാക്കിയതും ഇതുകൊണ്ട് തന്നെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങൾ കലാപം തുടങ്ങിയതും ശൈലജയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. കോവിഡ് വൈറസ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന പഴി മന്ത്രി വീണയുടെ പേരിൽ ഉണ്ടായി. കെ ശൈലജയുടെ പേരിൽ പിണറായി വിജയനും സീതാറാം യെച്ചൂരിയും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം പോലും ഉണ്ടായിട്ടുണ്ട്.